വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബെനഗൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ സുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിരുന്നു. മന്ദൻ സുബൈദ, സർദാരി ബീഗം തുടങ്ങിയവ പ്രധാന ചിത്രങ്ങൾ. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ലക്ഷ്മി ബാലചന്ദ്രൻ ചേരുകയാണ്. ലക്ഷ്മി, ഇന്ത്യൻ സിനിമയിലെ വിഖ്യാത ചലച്ചിത്ര പ്രവർത്തകനാണ്, സംവിധായകനാണ് വിടവാങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്യാം ബെനഗൽ അന്തരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. 90 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കുറച്ചു കാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിരുന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡടക്കം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. നാഷണൽ ഡെസ്കിൽ നിന്നും ലക്ഷ്മി ബാലചന്ദ്രൻ ചേരുകയാണ്. ലക്ഷ്മി, ഇന്ത്യൻ സിനിമയിലെ വിഖ്യാത സംവിധായകനാണ് വിടവാങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ലക്ഷ്മി, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ വിഖ്യാതനായ ഒരു സംവിധായകനാണ്, സിനിമാ സംവിധായകനാണ് ഇന്ന് മരിച്ചിരിക്കുന്നത്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകുന്നേരം 6:30യോടെയാണ് മരണവാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള പിയ ബെനഗൽ തന്നെയാണ് മരണവിവരം അറിയിച്ചിട്ടുള്ളത്. മൃണാൾ സെന്നിനും നമ്മുടെ സത്യജിത് റേക്കുമൊക്കെ ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന പ്രിയപ്പെട്ട സംവിധായകനാണ്, സിനിമാ സംവിധായകനാണ് ഇപ്പോൾ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാർ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ശ്യാം ബെനഗലിന്. 11 ദേശീയ പുരസ്കാരങ്ങളും 1971 പത്മശ്രീയും 1991 പത്മഭൂഷണും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ആ സംവിധായകൻ ഇന്ന് ഓർമ്മയുടെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത്രയും സിനിമകൾ, ഒരുപാട് 20 വർഷങ്ങൾക്കിടയിൽ അത്രയും സിനിമകൾ ഇന്ത്യയിൽ സമ്മാനിച്ച ആ ഒരു സംവിധായകൻ ഇന്ന് ഓർമ്മയിലായിരിക്കും. ഇപ്പോൾ മറ്റു വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും PS സനോജ് കൂടി ചേരുകയാണ്. സനോജ്, ശ്യാം ബെനഗൽ അന്തരിച്ചു എന്ന് പറയുമ്പോൾ ഉറപ്പായും ചലച്ചിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എല്ലായ്പ്പോഴും ഒരു റെഫറൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെതായ ഒരു ചലച്ചിത്രധാര രൂപം കൊണ്ടിരുന്നു, നമുക്കറിയാം. ഈ ഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങുന്ന ഘട്ടത്തിൽ അതിനെയൊക്കെ എങ്ങനെ വേണം ഓർത്തെടുക്കാൻ സനോജ്? ഇന്ത്യൻ നവസിനിമ, അതായത് ന്യൂ സിനിമയുടെ പുതിയ ആഖ്യാനം രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ, അടയാളപ്പെടുത്തിയ വളരെ പ്രമുഖനായ, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച വിഖ്യാതരായ സംവിധായകരിൽ ഒരാൾ എന്ന് നിസ്സംശയം പറയാവുന്ന ചലച്ചിത്ര പ്രതിഭയാണ് ശ്യാം ബെനഗൽ. അദ്ദേഹത്തിന്റെ സിനിമകൾ ആ തരത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ വായനാ സമൂഹമാണെങ്കിലും സിനിമാ സമൂഹമാണെങ്കിലും ഒരേ പോലെ തന്നെ ആ സിനിമകളെ ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അങ്കൂർ പോലുള്ള സിനിമകൾ, അതായത് നമ്മൾക്കറിയാവുന്നതുപോലെ ഷബനാസ്മിയെ പോലെ, നസറുദ്ദീൻ ഷായെ പോലെ, സ്മിത പാട്ടീലിനെ പോലെയൊക്കെയുള്ള വലിയ പ്രതിഭാശാലികളായ അഭിനേതാക്കളെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ കൊണ്ടുവരാൻ സാധിച്ചു. മാത്രമല്ല, ബംഗാളി സിനിമാ സംവിധായക ലോകത്തു നിന്ന് അല്ലെങ്കിൽ ബംഗാളിന്റെ ലോകത്തു നിന്നുള്ള ന്യൂ വേവ് സിനിമകൾ വരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഒപ്പം തന്നെ അതിന് സമാന്തരമായി ദക്ഷിണേന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് ഹൈദരാബാദിന്റെ, തെലങ്കാനയുടെ മേഖലകളിൽ നിന്നുള്ള കഥകൾ, അവിടുത്തെ ഗ്രാമങ്ങളുടെ കഥകൾ, അവിടുത്തെ കർഷക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള അതിന്റെ സബ് ടെക്സ്റ്റുകൾ കടന്നു വരുന്ന തരത്തിലുള്ള കുടുംബ പ്രമേയങ്ങൾ എല്ലാം തന്നെ ശ്യാം ബെനഗലിന്റെ സിനിമകളിൽ വന്നു. അതായത് അങ്കൂർ പോലുള്ള സിനിമകൾ, നിഷാന്ത്, മന്ദൻ പോലുള്ള സിനിമകളിലെല്ലാം തന്നെ ഒരു കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫ്യൂഡൽ ഒപ്രഷൻ, അതിന് എതിരായിട്ടുള്ള ഒരു ഫ്യൂഡൽ മനോഭാവത്തിനെയും അത്തരത്തിലുള്ള കുടുംബ വ്യവസ്ഥയ്ക്കും
എതിരായിട്ടുള്ള മനോഭാവമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള സിനിമകൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. മറ്റൊന്ന് കാസ്റ്റുമായി ബന്ധപ്പെട്ട്, ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ വലിയ ആഖ്യാനങ്ങൾ, പുതിയ രീതികൾ കൊണ്ടുവരാൻ ഒരു പുതിയ രീതിയിലുള്ള ഒരു നവസിനിമ ശൈലി സിനിമയുടെ ആഖ്യാനത്തിലും അതിന്റെ ഫ്രെയിമുകളിലും ഉൾപ്പെടെ തിരക്കഥയിലും എല്ലാം ശ്യാം ബെനഗലിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ആ തരത്തിലുള്ള മറ്റു ഒരു പ്രത്യേക രീതിയിൽ സ്വന്തമായ ഒരു സീറ്റ് ഇന്ത്യയുടെ സമാന്തര സിനിമാ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ നവസിനിമയുടെ കാലഘട്ടത്തിൽ 60കൾക്ക് ശേഷം ആ രീതിയിലുള്ള ഒരു സ്ഥാനം ശ്യാം ബെനഗലിന് ലഭിക്കാൻ കാരണം എന്ന് തന്നെയുള്ള വിലയിരുത്തലുകളാണ് ധാരാളം പണ്ട് മുതലെയുള്ള പ്രധാനപ്പെട്ട റിവ്യൂകളിലെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരം സിനിമകൾ അങ്ങനെയാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. ചലച്ചിത്രമേളകളിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനായിരുന്നു. ദേശീയ പുരസ്കാരങ്ങൾ പലതവണ നേടിയ വലിയ പ്രതിഭയായിരുന്നു. 6ഓളം തവണ ദേശീയ പുരസ്കാരം നേടിയ സിനിമകളാണ്. അദ്ദേഹം തന്നെ പഴയൊരു അഭിമുഖത്തിൽ ശ്യാം ബെനഗൽ പറയുന്നുണ്ട്, 50കളിൽ 40കളിലെ തെലങ്കാനയിലെ ഈ കർഷകരുടെ കലാപവും ആ കാലത്തെ ഭക്ഷ്യക്ഷാമവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിൽ ചെറിയ കാലത്ത്, കുട്ടിക്കാലത്ത് വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. പിന്നീട് 60കൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കഥകളിലും ആഖ്യാനങ്ങളിലും എല്ലാം തന്നെ ഈ കുടുംബ വ്യവസ്ഥയും അവിടുത്തെ കാസ്റ്റ് ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അവിടുത്തെ ഫ്യൂഡൽ രീതികൾ എല്ലാം കൊണ്ടുവരാൻ കഴിഞ്ഞു. അതേസമയം പലതരത്തിലുള്ള അന്തർദേശീയ സിനിമകളുടെ സ്വാധീനം, അതായത് സിനിമകളുടെ ഫ്രെയിമുകളിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ സ്വന്തമായ ഒരു ആഖ്യാനം സിനിമയുടെ പ്രമേയപരമായി മാത്രമല്ലാതെ അതിന്റെ ദൃശ്യാഖ്യാനത്തിൽ കൊണ്ടുവരാൻ സാധിച്ച ഒരു സംവിധായകൻ എന്ന നിലയിൽ കൂടിയാണ് ശ്യാം ബെനഗൽ ഇന്ത്യൻ സിനിമാ ലോകത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും വിഖ്യാത സംവിധായകനാണ് വിടവാങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ. അദ്ദേഹം 90-ാം വയസ്സിൽ അന്തരിച്ചിരിക്കുന്നു. വൃക്ക സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിരുന്നു. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരമടക്കം ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ പരമോന്നത പുരസ്കാരമടക്കം നേടിയ ഇന്ത്യയുടെ വിഖ്യാത സംവിധായകൻ വിടവാങ്ങിയിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലക്ഷ്മി ബാലചന്ദ്രനും VS സനോജും.